ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 57-ാം ദിവസം. ദൈവസ്നേഹത്തിൻ്റെ കൽപ്പനകൾ. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം, 91-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. അനുഗ്രഹം പ്രാപിക്കുവാനും നന്മയുളവാകുന്നതിനും കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളും കൽപ്പനകളും പാലിച്ച് കർത്താവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് ഇന്നത്തെ വായനകളിൽ നിന്നും നാം ശ്രവിക്കുന്നു. ഓരോ കുടുംബത്തിലെയും മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് നൽകേണ്ട അനുഗ്രഹത്തെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം, നാസീർ വ്രതം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ ഇസ്രായേല്യരോട് പ്രഖ്യാപിച്ച് പറയുക, ഒരു പുരുഷനോ സ്ത്രീയോ കർത്താവിനു വേണ്ടി വിരക്തി പാലിക്കുന്നതിന് നാസീർ വ്രതം നേരാൻ മുതിരുന്നെങ്കിൽ വീഞ്ഞിൽ നിന്നും ലഹരി പാനീയത്തിൽ നിന്നും അയാൾ വിട്ടുനിൽക്കണം. വീഞ്ഞിൻ്റെ വിനാഗിരിയും ലഹരി പാനീയത്തിൻ്റെ വിനാഗിരിയും അയാൾ കുടിക്കരുത്. ദ്രാക്ഷാരസമൊന്നും പാനം ചെയ്യുകയുമരുത്. മുന്തിരിഫലങ്ങൾ പച്ചയായോ ഉണക്കയായോ ഭക്ഷിക്കുകയുമരുത്. വീഞ്ഞിനുള്ള മുന്തിരിച്ചെടിയിൽ നിന്ന് ഉത്ഭവിച്ചതൊന്നും കുരു മുതൽ തൊലി വരെ അല്പം പോലും തൻ്റെ നാസീർ ദിനങ്ങളിലുടനീളം അയാൾ തിന്നരുത്. നാസീർ വ്രത നാളുകൾ അത്രയും അയാളുടെ തലയിൽ ക്ഷൗരക്കത്തി ഓടരുത്. കർത്താവിനായി വിരക്തി പാലിക്കുന്ന കാലമത്രയും അയാൾക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം. അയാൾ തൻ്റെ ശിരോജട വളർത്തണം. കർത്താവിനായി അയാൾ വിരക്തി പാലിക്കുന്ന കാലമത്രയും മൃതശരീരത്തിനരികെ അയാൾ പോകരുത്. തൻ്റെ പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിക്കുമ്പോൾ അവരെ പ്രതി അയാൾ തന്നെ മലിനമാക്കരുത്. എന്തെന്നാൽ തൻ്റെ ദൈവത്തോടുള്ള വ്രതചിഹ്നം അയാളുടെ ശിരസിലുണ്ട്. തൻ്റെ വ്രതകാലം അത്രയും അയാൾ കർത്താവിന് വിശുദ്ധനാണ്. ഒരുവൻ അയാളുടെ തൊട്ടടുത്ത് പൊടുന്നനെ മരിക്കുകയാണെങ്കിൽ അയാളുടെ വ്രതശിരസ് മൃതൻ മലിനമാക്കും. തൻ്റെ ശുദ്ധീകരണ ദിനത്തിൽ അയാൾ തൻ്റെ ശിരസ് മുണ്ഡനം ചെയ്യണം. 7-ാം ദിവസമാണ് അയാളത് മുണ്ഡനം ചെയ്യേണ്ടത്. 8-ാം ദിവസം അയാൾ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതൻ്റെ അടുത്ത് സമാഗമ കൂടാരവാതിൽക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അവയിലൊന്നിനെ പാപമുക്തിയാഗമായും മറ്റേതിനെ ഹോമയാഗമായും അർപ്പിച്ച് ജഡം മൂലമുണ്ടായ പാപത്തിന് അയാളെ പ്രതി പരിഹാരം ചെയ്യണം. ആ ദിനം തന്നെ അവൻ അയാളുടെ ശിരസ് പവിത്രമായി പ്രഖ്യാപിക്കുകയും വേണം. കർത്താവിനുള്ള തൻ്റെ വ്രതദിനങ്ങൾ അയാൾ പുനരാരംഭിക്കണം. 1 വയസ്സുള്ള ചെമ്മരിയാട്ടിൻ മുട്ടനെ പ്രായശ്ചിത്തയാഗമായി കൊണ്ടുവരണം. അയാളുടെ വ്രതം മലിനമായി പോയതുകൊണ്ട് മുൻ ദിനങ്ങൾ പാഴായിപ്പോയിരിക്കുന്നു. ഇതാണ് നാസീർ വ്രതം എടുത്തയാളെ സംബന്ധിക്കുന്ന നിയമം. തൻ്റെ വ്രതകാലം മുഴുമിക്കുന്ന ദിവസം അയാളെ സമാഗമ കൂടാരവാതിൽക്കൽ കൊണ്ടുവരണം. അയാൾ കർത്താവിന് തൻ്റെ കാണിക്കയായി കാഴ്ചവെക്കേണ്ടത് ഹോമയാഗത്തിന് 1 വയസ്സുള്ള തികവുറ്റ ഒരു ചെമ്മരിയാട്ടിൻ മുട്ടൻ, പാപമുക്തിയാഗത്തിന് 1 വയസ്സ് തികവുറ്റ ഒരു പെൺചെമ്മരിയാട്, സമാധാനയാഗത്തിന് തികവുറ്റ ഒരു മുട്ടാട് എന്നിവയും 1 കുട്ട പുളിപ്പില്ലാത്ത അപ്പം, നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്തയപ്പം എന്നിവയും അവയുടെ ധാന്യയാഗവും അവയുടെ പാനീയയാഗവുമാണ്. അയാളുടെ പാപമുക്തിയാഗവും ഹോമയാഗവും കർത്തൃസന്നിധിയിൽ കൊണ്ടുവന്ന് പുരോഹിതൻ സമർപ്പിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കുട്ടയ്ക്ക് പുറമെ പുരോഹിതൻ മുട്ടാടിനെ സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം. അതിൻ്റെ ധാന്യയാഗവും പാനീയയാഗവും അർപ്പിക്കുകയും വേണം. തുടർന്ന് നാസീർ തൻ്റെ വ്രതശിരസ് സമാഗമ കൂടാരവാതിൽക്കൽ വെച്ച്
മുണ്ഡനം ചെയ്യണം. അയാൾ തൻ്റെ വ്രതശിരസിലെ മുടിയെടുത്ത് സമാധാന ബലിയുടെ കീഴെ തീയിലിടണം. നാസീർ വ്രതം മുണ്ഡനം ചെയ്തു കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിൻ്റെ വേവിച്ച കൈക്കുറകും കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരടയും പുളിപ്പില്ലാത്ത നേർത്തയപ്പവും എടുത്ത് അയാളുടെ കരതലങ്ങളിൽ കൊടുക്കണം. പുരോഹിതൻ അവയെ കർത്താവിന് നിരാജനമൊഴിയണം. അത് നിരാജനം നെഞ്ചിനും കാണിക്കക്കുറകിനുമൊപ്പം പുരോഹിതനുള്ള വിശുദ്ധ വസ്തുവാണ്. തുടർന്ന് നാസീറിന് വീഞ്ഞു കുടിക്കാം. തൻ്റെ കഴിവനുസരിച്ച് നൽകുന്നതിന് പുറമെ തൻ്റെ വ്രതത്തെ പ്രതി കർത്താവിന് തൻ്റെ വഴിപാട് നേരുന്ന നാസീറിൻ്റെ നിയമം ഇതാണ്. താൻ നേർന്ന നേർച്ചയനുസരിച്ച് തൻ്റെ വ്രതനിയമത്തെ പ്രതി അവൻ ഇപ്രകാരം ചെയ്യണം. പുരോഹിതൻ്റെ ആശീർവാദം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും ഇപ്രകാരം പ്രസ്താവിക്കുക. നിങ്ങൾ ഇസ്രായേല്യരെ ആശീർവദിച്ച് അവരോട് ഇങ്ങനെ പറയുവിൻ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിന്റെ നേർക്ക് പ്രകാശിപ്പിക്കുകയും നിന്നിൽ കനിയുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിന്റെ നേർക്ക് ഉയർത്തുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ എൻ്റെ നാമം ഇസ്രായേല്യരുടെ മേൽ സ്ഥാപിക്കും. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. ആവർത്തന പുസ്തകം 6-ാം അധ്യായം. കൽപ്പനാപാലനം ഏകലക്ഷ്യം. നിങ്ങൾ കൈവശമാക്കാനായി കടന്നു ചെല്ലുന്ന ദേശത്ത് നിർവഹിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് ആജ്ഞാപിച്ച ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളുമാകുന്ന കൽപ്പന ഇതാണ്. ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും നീയും നിൻ്റെ മകനും പേരക്കിടാവും ജീവിതകാലം മുഴുവൻ പാലിച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും വേണ്ടിയാണ്. ആകയാൽ ഇസ്രായേലെ, നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന ദേശത്ത് നിനക്ക് നന്മയുളവാകുന്നതിനും നീ വർദ്ധിക്കുന്നതിനുമായി നീ അവ കേൾക്കുകയും പാലിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ദൈവസ്നേഹത്തിൻ്റെ മഹാകൽപ്പന. ഇസ്രായേലെ, കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കേണ്ടത് നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കഴിവ് മുഴുവനോടും കൂടിയാണ്. ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നിൻ്റെ മക്കളോട് നീ അവ പറഞ്ഞുറപ്പിക്കണം. വീട്ടിൽ ആയിരിക്കുമ്പോഴും വഴിയിൽ ചരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി നീ സംസാരിക്കണം. അവ ഒരടയാളമായി നിൻ്റെ കൈയോട് ചേർത്ത് ബന്ധിക്കണം. പട്ടകളായി നിൻ്റെ നെറ്റിത്തടത്തിലും ഉണ്ടായിരിക്കണം. അവ നിൻ്റെ വീടിൻ്റെ കാലുകളിലും പടിവാതിലുകളിലും നീ എഴുതണം. നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ശപഥം ചെയ്ത നാട്ടിലേക്ക് നിന്നെ കൊണ്ടുവരാനിടയാകുമ്പോൾ നിനക്ക് തരാനിരിക്കുന്നത് നീ പണിയാത്ത വലുതും മെച്ചപ്പെട്ടതുമായ നഗരങ്ങളും നീ നിറയ്ക്കാതെ തന്നെ വിശിഷ്ട വസ്തുവെല്ലാം നിറഞ്ഞ വീടുകളും നീ കുഴിക്കാതെ തന്നെ കുഴിക്കപ്പെട്ട കിണറുകളും നീ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുമരങ്ങളുമാണ്. നീ ഭക്ഷിച്ച് തൃപ്തനാകുമ്പോൾ അടിമകളുടെ ഭവനമായ ഈജിപ്ത് നാട്ടിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടണം. അവിടുത്തെ സേവിക്കുകയും ചെയ്യണം. അവിടുത്തെ നാമത്തിലാണ് നീ പ്രതിജ്ഞ ചെയ്യേണ്ടത്. അന്യദേവന്മാരുടെ, നിങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ നിങ്ങൾ നടക്കരുത്. കാരണം നിൻ്റെ മധ്യയുള്ള നിൻ്റെ ദൈവമായ കർത്താവ് തീക്ഷ്ണമതിയായ ദൈവമാണ്. നിനക്കെതിരെ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിക്കാതിരിക്കേണ്ടതിനും ഭൂമുഖത്ത് നിന്ന് നിന്നെ ഇല്ലായ്മ ചെയ്യാതിരിക്കേണ്ടതിനുമാണിത്. മാസായിൽ വെച്ച് നിങ്ങൾ പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ചിട്ടുള്ള അവിടുത്തെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയും നല്ലതും നീ നിർവഹിക്കണം. ഇത് നിനക്കും നന്മയാകാനും നീ ചെന്ന് നിൻ്റെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ നല്ല ഭൂമി കൈവശമാക്കാനും നിൻ്റെ മുമ്പിൽ നിന്ന് നിൻ്റെ സകല ശത്രുക്കളെയും നിഷ്കാസനം ചെയ്യാനും വേണ്ടിയാണ്. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും എന്തിനാണ് എന്ന് നാളെ നിൻ്റെ മകൻ നിന്നോട് ആരായുന്നുവെന്നിരിക്കട്ടെ. അപ്പോൾ നീ നിൻ്റെ മകനോട് പറയണം, ഈജിപ്തിൽ നമ്മൾ ഫറവോയ്ക്ക് അടിമകളായിരുന്നു. ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. കർത്താവ് നമ്മുടെ കൺമുമ്പിൽ വെച്ച്
ഈജിപ്തുകാർക്കും ഫറവോയ്ക്കും അവൻ്റെ കുടുംബം മുഴുവനും എതിരായി അടയാളങ്ങളും ബൃഹത്തും കഠോരവുമായ അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. എന്നിട്ട് നമ്മെ കൊണ്ടുവന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് താൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം നമുക്ക് നൽകാൻ വേണ്ടി അവിടുന്ന് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തെത്തിച്ചു. അനന്തരം എക്കാലവും നമ്മുടെ നന്മയ്ക്കായി നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ, അങ്ങനെ അവിടുന്ന് നമ്മെ ഇന്നത്തെ പോലെ ജീവനോടെ കാക്കാൻ ഈ ചട്ടങ്ങളെല്ലാം പാലിക്കണമെന്ന് കർത്താവ് നമ്മെ അനുശാസിച്ചു. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ അനുശാസിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുമ്പാകെ ഈ കൽപ്പന മുഴുവൻ നിറവേറ്റുന്നതിന് നാം ശ്രദ്ധിച്ചാൽ അത് നമുക്ക് നീതിയായിത്തീരും. കീർത്തനം 91. കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതൻ്റെ മറയിൽ വസിക്കുന്നവൻ സർവശക്തൻ്റെ നിഴലിൽ രാപ്പാർക്കുന്നു. എൻ്റെ സങ്കേതമേ, എൻ്റെ ദുർഗമേ, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമേ എന്ന് അവൻ കർത്താവിനോട് പറയും. അവിടുന്ന് എന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ വസന്തയിൽ നിന്നും നിശ്ചയമായി മോചിപ്പിക്കും. തൻ്റെ തൂലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നീ അഭയം കണ്ടെത്തും. അവിടുത്തെ വിശ്വസ്തത പരിചയും കവചവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ നട്ടുച്ചയ്ക്ക് ആക്രമിക്കുന്ന വസന്തയെയോ നീ പേടിക്കണ്ട. 1000 നിൻ്റെ പാർശ്വഭാഗത്ത് വീണേക്കാം, 10,000 നിൻ്റെ വലത്തുഭാഗത്തും, എങ്കിലും അത് നിൻ്റെ അടുത്തെത്തുകയില്ല. നിൻ്റെ ദൃഷ്ടികൾ കൊണ്ട് നിരീക്ഷിച്ചാൽ മതി, ദുഷ്ടരുടെ പ്രതിഫലം നീ കാണും. എൻ്റെ സങ്കേതമായ അത്യുന്നത കർത്താവിനെ നിൻ്റെ വസതിയായി നീ പ്രതിഷ്ഠിച്ചതുകൊണ്ട് തിന്മ നിനക്ക് വന്നു ഭവിക്കുകയില്ല. ബാധ നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിൻ്റെ വഴികളിലെല്ലാം നിന്നെ കാത്തുപരിപാലിക്കാൻ അവിടുന്ന് നിനക്കായി തൻ്റെ മാലാഖമാരോട് കൽപ്പിച്ചിട്ടുള്ളതിനാൽ നിൻ്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ ഉള്ളം കയ്യിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടിമെതിക്കും. എന്നോട് മമതയിലായതിനാൽ ഞാൻ അവയെ രക്ഷപ്പെടുത്തും. എൻ്റെ നാമം അറിയുന്നതിനാൽ ഞാൻ അവനെ സുരക്ഷിതനായി ഉയരത്തിലിരുത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളുകയും ചെയ്യും. കഷ്ടതയിൽ അവനോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ അവനെ പിടിച്ചുയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ആയുർദൈർഘ്യം കൊണ്ട് ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ആസ്വദിക്കുവാൻ ഞാൻ അവനിടയാക്കും.